ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ സിനിമയിൽ? ഈ കാണിക്കുന്ന രംഗമൊക്കെ നമ്മളിപ്പോൾ കണ്ട അതേ സ്ഥലത്ത് വെച്ച് രാത്രി എടുത്തിട്ടുള്ള സീൻസാണ്. ടിക്കറ്റ് എടുക്കാൻ പോയതിന് ഇടയ്ക്കാണ് കേട്ടോ നമുക്ക് ഇങ്ങനൊരു സുഹൃത്തിനെ കിട്ടിയത്. ഇനി കൂടുതൽ കഥകളൊന്നും പറയുന്നില്ല, കൊട്ടാരത്തിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ് കേട്ടോ. കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ് ഇപ്പോൾ കൊട്ടാരം പരിപാലിക്കുന്നത്. ഇവിടുത്തെ ചുവരും തറയും അതുപോലെ തടിയിലുള്ള കൊത്തുപണികളും എല്ലാം ഈ ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ നമ്മൾ കേട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന വഴികളുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയുടെ രംഗം കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് മണിച്ചിത്രത്താഴ് സിനിമയിലുള്ള അതേ സീനാണ് കേട്ടോ, ഇതേ സ്ഥലത്ത് വെച്ച് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കന്യാകുമാരി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തെ എപ്പിസോഡ് നമ്മൾ തൃപ്പരപ്പാണ് പോയത്. നമ്മുടെ സ്കൂളിലെ കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എല്ലാവരുമായിട്ട് പോകുന്ന ഒരു ട്രിപ്പാണ്. കാണാത്തവർ ഒന്നാമത്തെ എപ്പിസോഡിലൂടെ കാണുക കേട്ടോ. തൃപ്പരപ്പ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും, പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ്. എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. എന്നാലും നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെയ്ക്കും പത്മനാഭപുരം കൊട്ടാരം നമ്മൾ ഇട്ടിട്ടില്ല, പോയ വിഷ്വൽസ് കാണിച്ചിട്ടുമില്ല. ഇതുപോലെ നമ്മൾ ഓരോ ട്രിപ്പ് പോകുമ്പോഴും നമ്മൾ കാണുന്ന നല്ല കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക്. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. അടിച്ച് പൊളിച്ച് നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്തൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഇതുപോലുള്ള ലഘുഭക്ഷണങ്ങൾ നമുക്കും കിട്ടി കേട്ടോ. ബാക്കി നമ്മൾ തൃപ്പരപ്പ് കണ്ടതിൻ്റെ ആഘോഷം തീർക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം നല്ല ആഘോഷത്തിലാണ്. അവർക്ക് ആഘോഷിക്കാൻ കിട്ടിയ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്. അതിനൊപ്പം തന്നെയാണ് ടീച്ചേഴ്സും പേരൻസും എല്ലാവരും കേട്ടോ. അവരൊപ്പം തന്നെ ആ ബസ്സിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരെ കൂടെ തന്നെ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെയാണ് പിള്ളേരും. ടീച്ചേഴ്സിനോടും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അതുപോലെ നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്ത് തന്നെയാണ് അവരും വരുന്നത്. നമ്മൾ ഏകദേശം കൊട്ടാരത്തിനോട് അടുക്കുകയാണ്. പത്മനാഭപുരം കൊട്ടാരം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ആൾക്കാർക്കും അവരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ആയിരിക്കും. നമുക്കിന്ന് പോയിട്ട് അവിടുത്തെ ലൊക്കേഷനൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഒരുപാട് സിനിമകൾ ഇവിടുത്തെ ലൊക്കേഷനായി കാണും. എന്നാലും മലയാളികൾക്ക് എല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്ന നമ്മുടെ ശോഭനയുടെ ഡാൻസും അതുപോലെ മണിച്ചിത്രത്താഴ് സിനിമയുടെ ഓർമ്മകളൊക്കെയാണ്. തൃപ്പരപ്പിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്ററാണ് നമുക്ക് കൊട്ടാരത്തിലേക്ക് എത്താനുള്ള ദൂരം. തിരുവനന്തപുരത്ത് നിന്ന് 65 കിലോമീറ്ററുണ്ട് നമുക്കിവിടെ എത്താൻ വേണ്ടിയിട്ട്. തൃപ്പരപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ബസ് അവിടെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ അകത്തേക്ക് കയറി. സ്വദേശീയരും വിദേശീയരും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെരുപ്പുകൾ അകത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ ടോക്കൺ എടുത്തതിന് ശേഷം അത് മറ്റൊരു സൈഡിൽ കാണുന്ന ഈ ഭാഗത്തേക്ക് നമ്മൾ സൂക്ഷിക്കണം. യാത്രയുടെ ത്രില്ലിലാണ് കേട്ടോ എല്ലാവരും. ടിക്കറ്റ് എടുക്കാൻ പോയതിന് ഇടയ്ക്കാണ് കേട്ടോ നമുക്ക് ഇങ്ങനൊരു സുഹൃത്തിനെ കിട്ടിയത്. പുള്ളി ഡൽഹിയിലുള്ള ആളാണ്. കൊട്ടാരം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൂടെ ഒരു മലയാളിയുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. മുന്നേ കണ്ടപ്പോൾ ഒന്ന് എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സംഭവം അതിനിടയ്ക്ക് ഒരു വമ്പൻ കോമഡിയും കൂടെ നടന്നു. പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോ. നീ അല്ലു അർജുൻ, മിനി വെർജൻ ഓഫ് അല്ലു അർജുൻ. എനിക്കും രാജിക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും പുള്ളി വളരെ സൗഹൃദപരമായിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചു. കുറച്ച് സമയം പുള്ളി മാറി നിന്നില്ല, വന്ന് നമ്മുടെ അടുത്ത് വേണ്ടി. നമുക്ക് വലിയ സന്തോഷമായി കേട്ടോ. ടിക്കറ്റ് ചാർജ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് 50 രൂപയും ഫോറിനേഴ്സിന് 500 രൂപയാണ് ടിക്കറ്റ്. ചിൽഡ്രൻസിനും അതുപോലെയാണ് 10 രൂപയും 100 രൂപയാണ് റേറ്റ്. അതുപോലെ വീഡിയോഗ്രാഫി മൊബൈലിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലുള്ള വീഡിയോഗ്രാഫിക്ക് 250 രൂപയാണ് ചാർജ് വരുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോഗ്രാഫി വരുമ്പോൾ ചാർജ് കുറച്ചുകൂടെ മാറ്റമുണ്ട്. 2000 രൂപ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. മണിച്ചിത്രത്താഴ് സിനിമയിലെ ഒരുപാട് സീൻസ് നമുക്ക് ഈ കൊട്ടാരത്തിനകത്ത് വെച്ച് എടുത്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഞാൻ മുന്നേ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഡാൻസ് കളിച്ചിട്ടുള്ള ആ ഭാഗം മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ കൊട്ടാരം കണ്ടിട്ട് വന്നതിന് ശേഷം സിനിമ ഒന്നുകൂടെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. എന്തായിരുന്നാലും അത് ഏകദേശമുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു അകത്തേക്ക് കയറാനുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ മനസ്സിലായത്, ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരാളും കൂടെ നമ്മളെ കൂടെ ഈ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. പുള്ളിയോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി
അപ്പോൾ ഞാൻ അന്ന് കണ്ടതിന് ശേഷം, നമ്മൾ 10ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് പേര് ഓർമ്മയുണ്ടായിരുന്നു, ചോദിച്ചപ്പോൾ ആളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാളെ കൂടെ കാണാൻ പറ്റി കേട്ടോ. ഇനി കൂടുതൽ കഥകളൊന്നും പറയുന്നില്ല, കൊട്ടാരത്തിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ ഒരുപാട് ഫോറിനേഴ്സും നമ്മുടെ സ്വദേശീയരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഗൈഡുകളും ഉണ്ട്. നമ്മുടെ സ്കൂൾ കുട്ടികൾ കൂടുതലുള്ളതുകൊണ്ട് അവർ മുന്നേക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ ഗൈഡ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. കൊട്ടാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏക്കർ കണക്കിനുള്ള ഏരിയയിൽ പരന്നു കിടക്കുന്ന ഒരു നിർമ്മിതിയാണ്. അതുപോലെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലുള്ള കൊത്തുപണികളും തടിപ്പണികളും അതുപോലെ കല്ലുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ രാജാവ് ഉപയോഗിച്ചിരുന്ന കസേരയും അതുപോലെ കട്ടിലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ പണ്ടത്തേത് എന്ന് പറഞ്ഞ് കാണാനുള്ളത്. പുരാവസ്തുക്കളൊക്കെ വേറൊരു സെക്ഷനായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ സെക്ഷനിലേക്ക് പോകുമ്പോഴും അവിടുത്തെ ആൾക്കാർ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ രാജാവും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശാലമായൊരു ഊട്ടുപുരയാണ് കേട്ടോ. ഏകദേശം 1000 പേർക്ക് 2 നിലകളിലായിട്ട് 2000 പേർക്ക് ഒരേ സമയം ആഹാരം കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയൊരു ഊട്ടുപുരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനിടയ്ക്കൂടെ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. തമിഴ്നാട്ടിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇത് പരിപാലിക്കുന്നത്, ഇതിൻ്റെ നിയന്ത്രണമെല്ലാം കേരള സർക്കാരിനാണ് കേട്ടോ. 1592 1609 ഇടയ്ക്ക് വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരം നിർമ്മിച്ചതെന്ന് പറയുന്നത്. പണ്ട് നടന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ പണ്ടത്തെ പ്രതാപം നഷ്ടപ്പെടാൻ കാരണം 1795 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ ഭരണകാര്യങ്ങളുടെ ശ്രദ്ധയെല്ലാം അങ്ങോട്ടേക്ക് മാറുമ്പോൾ ഇവിടുത്തെ പ്രാധാന്യം കുറയും. അതുമാത്രമല്ല 1839 മുതൽ കൊട്ടാരത്തിൽ നവരാത്രി ഉത്സവം നടന്നിട്ടില്ല. ഇതും അതിൻ്റെ കൂടുതൽ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. 1935 തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പിന്തുണയോടെ കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുകയും കന്യാകുമാരി തമിഴ്നാട്ടിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ കൊട്ടാരം കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലും തുടർന്നു. കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ് ഇപ്പോൾ കൊട്ടാരം പരിപാലിക്കുന്നത്. മൈലാഞ്ചിയില, നെയ്യിന്റെ കുറുക്കില എന്നൊക്കെയുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പൂക്കളുടെ ചാറുകളൊക്കെ ഉപയോഗിച്ചു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോ ഒരു 4 കെട്ട് കാണാം. 4 കെട്ട് കേട്ടോ. അത് പണ്ടത്തെ കൊട്ടാരങ്ങളിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മാണ രീതിയാണ്. ഇടത് ഭാഗത്ത് പലക വെച്ച് പറഞ്ഞിരിക്കുന്ന കിഴക്കൻ പാതയും. വർഷങ്ങൾക്ക് മുമ്പുള്ള നിർമ്മിതിയാണെങ്കിലും ഇതുപോലുള്ള കൊത്തുപണികൾ നമ്മൾ കണ്ടു നിന്ന് പോകും. അത് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. ഒരുപാട് ഏരിയ നമ്മൾ നടന്ന് കാണേണ്ടതുണ്ട്. ഒരുപാട് മുറികളും ഉണ്ട് കൊട്ടാരത്തിൽ. അങ്ങനെ ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ മണിച്ചിത്ര താഴിലെ ചില ലൊക്കേഷൻ നമുക്ക് മനസ്സിലേക്ക് വരും. ഇവിടുത്തെ ചുവരും തറയും അതുപോലെ തടിയിലുള്ള കൊത്തുപണികളും എല്ലാം ഈ ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ നമ്മൾ കേട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പോയ ദിവസം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അതുമല്ല, ഓരോ ഗൈഡിൻ്റെ പുറകെ നമുക്ക് നിന്ന് പോകാനുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരുന്ന തറയൊക്കെയാണ്, എന്തൊരു ഗ്ലേസിംഗ് ആണെന്ന് നോക്കി. അതുപോലെ മേൽക്കൂരയിലൊക്കെ ചെയ്തിട്ടുള്ള തടിപ്പണികളുടെ ഡിസൈനും വളരെ മനോഹരമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഒരു 4 കെട്ടിലേക്കാണ്. മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഇങ്ങ് താഴേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എന്നായിരുന്നാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ ഇവിടെ നിന്നൊരു തുരങ്കം ഉണ്ടായിരുന്നു, അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കൊട്ടാരത്തിലെ പുരാവസ്തുക്കളൊക്കെ പ്രത്യേക ഒരു സെക്ഷനിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഒരുപാട് മുറികൾ കുറേ ദൂരം നമുക്ക് നടന്ന് കാണാനാണുള്ളത്. അവിടുത്തെ ചിത്രമണികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഒരുപാട് മുറികൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്നത് നേരത്തെ നമ്മൾ കണ്ട ഊട്ടുപുര, അതുപോലെ തന്നെ രാജാവ് വിശ്രമിക്കുന്ന സ്ഥലം, രാജാവിൻ്റെ അമ്മ വിശ്രമിക്കുന്ന സ്ഥലം, അതുപോലെ ഗസ്റ്റുകൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വരികയാണെങ്കിൽ അവരുമായിട്ട് ചർച്ചകൾ നടത്തുന്ന സ്ഥലം, പിന്നെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസ് നൃത്തമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം, പിന്നെ രാജാവിന് പൊതുജനങ്ങളോട് സംസാരിക്കാനും അവരെ കാണാനും ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള റൂമുകളാണ് നമുക്ക് ഇവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നമ്മുടെ മണിച്ചിത്ര താഴിലെ കുറേ രംഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു ദൃശ്യമാണ് കേട്ടോ. അപ്പോൾ ഒരു കെട്ടിടത്തിൽ നിന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് പോകുന്ന വഴികളുണ്ട്. ഇത്
നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും സിനിമയുടെ രംഗം കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് മണിച്ചിത്രത്താഴ് സിനിമയിലുള്ള അതേ സീനാണ് കേട്ടോ, ഇതേ സ്ഥലത്ത് വെച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന വളരെ വ്യത്യസ്തമുള്ളൊരു കാഴ്ചയാണ്. 64 തരം മരുന്നുകൾ അല്ലെങ്കിൽ മരുന്നുകളുടെ ചെടികളും മരങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയൊരു കട്ടിലാണ് കേട്ടോ ഇത്. ഇതുപോലുള്ള പല ഇടനാഴികളും നമുക്ക് ആ സിനിമയിൽ കാണാൻ കഴിയും. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗ്യാലറികളും കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഓൾ കേരള ട്രിപ്പിലും ഒരുപാട് കൊട്ടാരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ഒരുപാട് റൂമുകളുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് ബാത്റൂം. അപ്പോൾ അത് റൂമിനോട് ചേർന്ന് തന്നെ ഇപ്പോഴുള്ള പോലെ റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളവർ കാണാൻ പറ്റും. ഇനിയാണ് ഏറ്റവും വിശേഷതയായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണും കേട്ടോ, സിനിമയുടെ രംഗം തന്നെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ആ ഒരു പാട്ട് ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത്. നവരാത്രി മണ്ഡപം എന്താണെന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അതിനടുത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലൊരു വലിയൊരു മല കാണാൻ പറ്റും. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് പൊതുജനങ്ങളുമായിട്ട് രാജാവിന് സംസാരിക്കുകയോ അല്ലെങ്കിൽ റോഡ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡാണ് നമ്മൾ നേരെ കാണുന്നത്, അതിനുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു നീണ്ട വഴി നമ്മൾ കണ്ടിട്ടുണ്ടാകും കേട്ടോ. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ സിനിമയിൽ ഇതേ സംഭവം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കാം, ഇതേ സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടിട്ട് വന്നത്. ആ ചിത്രങ്ങളവിടെ തൂക്കിയിട്ടുള്ള അതേ സ്ഥലത്താണ് ആ ഷോട്ടൊക്കെ എടുത്തിട്ടുള്ളത്. കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ളൊരു ദൃശ്യമാണ് കാണാൻ പറ്റുന്ന. പല സ്ഥലങ്ങളിലേക്ക് മതിൽ കെട്ടി തിരിച്ച് അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളൊക്കെ നിറയുണ്ട്. അങ്ങനെയുള്ളൊരു വിഷ്വൽ. ഇത് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ വന്നത് മച്ചാൻസ് എന്ന് പറയുന്ന ബസ്സാണ്, അത് റോഡിലിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ? സിനിമയിൽ ഏകദേശം ക്ലൈമാക്സ് വരുമ്പോൾ ഈ സ്ഥലമാണ് കാണിക്കുന്നത്. നമുക്ക് സിനിമ നോക്കാം. ഈ കാണിക്കുന്ന രംഗമൊക്കെ നമ്മളിപ്പോൾ കണ്ട അതേ സ്ഥലത്ത് വെച്ച് രാത്രി എടുത്തിട്ടുള്ള സീൻസാണ്. തമിഴകമാകയും ശൃംഗാരറാണി നിൻ പഴമുതിർ കൊഞ്ചലിൻ ചോലയായി. നടന്ന് നമ്മുടെ കുട്ടികളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ സിനിമയിൽ കണ്ട അതേ ലൊക്കേഷൻ. ഇനി നമ്മൾ കുറച്ച് ദൂരം നടന്ന് ഇനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകണം. കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട്. പോകുന്ന വഴികളിലൊക്കെ ചെടികളൊക്കെ നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മണിച്ചിത്രത്താഴ് സിനിമയിലെ കൂടുതൽ രംഗങ്ങളും എടുത്തിരിക്കുന്നതായിട്ട് തോന്നിയത് ഹിൽ പാലസ് ഉണ്ടല്ലോ, തൃപ്പുണിത്തുറ. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൽ നമ്മൾ പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഹിൽ പാലസിലാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ കാണിച്ച കുറച്ച് സ്ഥലങ്ങളും പിന്നെ കുറച്ചധികം സ്ഥലങ്ങളും ഉണ്ടാവും. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ നമ്മളിതിൽ കാണിക്കുന്നുള്ളൂ. ബാക്കി കുറേ സ്ഥലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഹിൽ പാലസിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ പോകുന്ന ഒരു കുളത്തിൻ്റെ കരയിലേക്കാണ്. കുറച്ച് ദൂരം നടന്നതിന് ശേഷം കരയിൽ നിന്ന് കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കാൻ കഴിയുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുളമാണ്. കൊട്ടാര നിർമ്മിതികൾ കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമാണ്. അത്രയ്ക്കും രസമാണ് ഓരോ കെട്ടിടങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളതും പണ്ടത്തെ പണികൾ വർക്കുകളൊക്കെ കണ്ടു നിൽക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ മണിച്ചിത്രത്താഴിലെ ഏറ്റവും കിടിലനായിട്ടുള്ള ആ പാട്ട് സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ രംഗങ്ങളൊക്കെ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ സ്ഥലത്താണ് ആ സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ സിനിമ കണ്ടാലും ഇപ്പോഴും കണ്ടിരുന്നു പോകുന്ന സിനിമകളിൽ ഒന്നാണ് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞാൽ. വല്ലാത്തൊരു മേക്കിംഗ് തന്നെയാണല്ലോ. ഇത്ര വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സിനിമയാണെങ്കിലും വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് മണിച്ചിത്രത്താഴ് കാണുമ്പോൾ. ആ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യമാണ് മനസ്സിൽ പിന്നെയും വരുന്നത്. എന്തായാലും കൊട്ടാരം കൊള്ളാം, അടിപൊളിയാണ്. കൊട്ടാര കാഴ്ചകളും അടിപൊളിയാണ്. ഇത് പണ്ടത്തെ രീതിയിലുള്ളൊരു കപ്പിയാണ് കേട്ടോ. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്പിയാണിത്. അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങുകയാണ്. കൊട്ടാരം കാഴ്ചകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പുരാവസ്തു മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങളും അതുപോലെ തന്നെ ശിലകളും മരത്തിൽ കൊത്തിയതും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഗ്യാലറികളൊക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു
കെട്ടിടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ, അതുപോലെ കല്ലിൽ കൊത്തിയ പ്രതിമകൾ, തടിയിൽ കൊത്തി ഉണ്ടാക്കിയ പ്രതിമകൾ, അടുത്തുള്ള ചരിത്ര സ്മാരകങ്ങളുടെ പടങ്ങൾ, വലിയ ചിത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, പിന്നെ എന്താണ് പണ്ട് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നിന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. പല പ്രാവശ്യം കൊട്ടാരം കാണാൻ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് നാളായി കൊട്ടാരത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ കൂടെ ആയതുകൊണ്ട് സന്തോഷം ഇരട്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ് ലൊക്കേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കാണിക്കുമ്പോൾ അതും ഒരു സന്തോഷമാണ് കേട്ടോ. അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തൊന്നും വലിയ ഹോട്ടലൊന്നുമില്ല, ഒരു ഹോട്ടലാണ് നമ്മൾ കണ്ടത്. 2 ഹോട്ടൽ കണ്ടു. അതിൽ ഒരു ഹോട്ടലിൽ നമ്മൾ കയറി രാവിലെ കൊണ്ടുപോയ ഫുഡും അവിടെ നിന്ന് ഫുഡും വാങ്ങിച്ച് നമ്മൾ 2 പേരുടെ ഷെയർ ചെയ്ത് കഴിച്ചു. അത് മിക്കയിടത്ത് പോയാലും നമ്മൾ അങ്ങനെയാണ്, 2 ഐറ്റം ഫുഡ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുക, അതൊരു പതിവാണ്. ഇവിടെയും അങ്ങനെ തന്നെ. നമ്മൾ കൊണ്ടുപോയ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ, ചപ്പാത്തി ആയതുകൊണ്ട് അതില്ലാതെ തരത്തില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് കറിയും ഊണൊക്കെ വാങ്ങിച്ച് നമ്മൾ 2 പേരുടെ അങ്ങ് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു എപ്പിസോഡ് വരുന്നുണ്ട്, കിടിലം എപ്പിസോഡാണ്, വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും. അടുത്ത ഒരു കിടിലം എപ്പിസോഡ് വരുന്നുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യാം. ബൈ.